അഷ്മൽ ഗ്രൂപ്പ് ഹോൾഡിംഗ്സിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അഷ്മലിക്ക. നമസ്കാരം. ഞാൻ ഫസ്റ്റ് സ്റ്റോർ തുടങ്ങി. റീറ്റെയിലിനെ പറ്റി ഒന്നും അറിയില്ല. വെറുതെ കൊണ്ട് സ്റ്റോർ തുടങ്ങി കുറേ സാധനങ്ങൾ എടുത്തുണ്ട്. കസ്റ്റമർ കയറുന്നില്ല. അന്നെന്ന് പറഞ്ഞാൽ ആകെ ടി വിയിൽ ഏഷ്യാനെറ്റ് ഉണ്ട്, പിന്നെ ജൂക്ക് ബോക്സ് ആയിരുന്നു. ഇതിൽ പരസ്യം കൊടുത്താൽ നല്ലൊരു ഇതായിരിക്കും. കാരണം എന്തോരം പ്രാവശ്യമാണ് ഇതിൽ പരസ്യം പറഞ്ഞാൽ. അന്ന് യു വൺ ബിലി 1.5 ലക്ഷം രൂപക്കാണ് ഓൾ കേരള എല്ലാത്തിലും കൂടെ ഓരോ പാട്ട് കഴിയുമ്പോൾ ബിസ്മി. ഈ പരസ്യം അങ്ങോട്ട് 2-3 മാസം കൊണ്ട് വരാൻ തുടങ്ങിയപ്പോഴി കസ്റ്റമർ തലങ്ങും എന്നും കയറി ഇറങ്ങാൻ തുടങ്ങി. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കുട്ടിയെയും കൊണ്ട് ഒരു ഫാമിലി വന്നിട്ട് പറഞ്ഞു, മോളുടെ വലിയ ആഗ്രഹമാണ് ബിസ്മി കാണുന്നത്. കാരണം എന്നും ഞങ്ങൾക്ക് ഈ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ടാറ്റ സുമോയും ഉണ്ടായിരുന്നു. അന്ന് ഒരു മൾട്ടി പർപ്പസ് ആയിരുന്നു. ഡീലേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു 5-6 പ്രൊഡക്റ്റും കയറ്റില്ല പോണ വണ്ടിക്കാശ് അതിൽ ലാഭമായിട്ട് വരും. എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഞാനും ഫാദറിലും കൂടെ ആദ്യം തുടങ്ങിയത് റെട്ടിക്കുലേറ്റഡ് സിസ്റ്റം എന്ന് പറയും, ഗ്യാസിൻ്റെ പൈപ്പിംഗ് വർക്ക്. ശബരിമലയിൽ ഫുൾ ഗ്യാസ് വർക്ക് ചെയ്തത് ഞാനാണ്. 4 പ്രാവശ്യം അങ്ങനെ ശബരിമല കയറാനുള്ള ഒരു ഭാഗ്യവും കൂടെ കിട്ടിയിട്ടുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കോമ്പറ്റീഷൻ കുറവാണ്. മുന്നോട്ട് പോകും തോറും കോമ്പറ്റീഷൻസ് ഭയങ്കരമായിട്ട് കൂടുന്നു. ആ പറ്റുന്ന രീതിയിലാക്കിയിട്ട് അതിനെ വേറൊരു ലെവലിലോട്ട് എത്തിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ കയ്യിലോട്ട് കൊടുക്കുന്നതും ഒരു കഴിവാണല്ലോ. നമ്മുടെ പോലത്തെ ഒരു ഹൈ എൻഡ് സ്റ്റോറുകളിൽ ആൾക്കാർ വാക്കിൻസ് കൂടുതലായിരിക്കും. അങ്ങനെ കയറുമ്പോഴായിരിക്കും ഇമ്പൾസ് ബൈങ്ങിൽ എന്തെങ്കിലും ബൈ ചെയ്യുന്നത്. മാൾ സംസ്കാരം വന്നതോടുകൂടി ആവശ്യക്കാർ മാത്രം വരുന്നു. ബാക്കിയുള്ളവരൊക്കെ എല്ലാം ഹാങ് ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഷോപ്പിംഗ് മാളുകളിലോട്ട് മാറാൻ തുടങ്ങി. ഷോപ്പിംഗ് മാളിലൊക്കെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് റീറ്റെയിലാണ്, ഹൈപ്പർ മാർക്കറ്റാണ്. നിങ്ങൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യമാണ് എൻ്റെ ഇതിലെ എഡ്ജ്. കേരളത്തിൽ തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന്. ഞാൻ അതിനെയാണ് കാശാക്കാൻ നോക്കിയത്. ആരും മാർക്കറ്റ് ശരിക്കും കൊണ്ട് പഠിക്കാതെ ആരെങ്കിലും കാണിക്കുന്നത് ചെയ്യുന്നത് അവർ ചെയ്യുന്നത് വർഷങ്ങൾ കൊണ്ട് അവരുണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു ഇതായിരിക്കും. അപ്പോൾ ഇവരുമായിട്ട് പോയി പ്രൈസിൻ്റെ മുകളിൽ കോമ്പീറ്റ് ചെയ്യും. അത് ഒരിക്കലും ഒരു ബിസിനസ് അല്ല. അത് ലാഭം ഉണ്ടാക്കുന്ന തന്നെ നമ്മൾ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന കോർപ്പറേറ്റ് കമ്പനി പറഞ്ഞ ആദ്യത്തെ വാക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇത്രയും ഓർഗനൈസ്ഡ് റീറ്റെയിലറുള്ള വേറെ സ്റ്റേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ജയിച്ചു കഴിഞ്ഞാൽ കൂടാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതെങ്ങാനും പരാജയപ്പെട്ടാൽ നമ്മളിലോട്ട് മാത്രമായിരിക്കും കൈ ചൂണ്ടുന്നത്. അഷ്മൽ ഗ്രൂപ്പ് ഹോൾഡിംഗ്സിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അഷ്മലിക്ക, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നമസ്കാരം. ഈ വീട്ടിലേക്ക് വരുന്ന വഴി ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് മോൻ ആദ്യം അയച്ചു തന്നത് ഒരു ടർഫിന്റെ ലിങ്കാണ്. ഈ ടർഫിന്റെ നേരെ ഓപ്പോസിറ്റുള്ള വീടാണെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ഈ ടർഫിനെ കുറിച്ച് വെറുതെ ഒരു ക്യൂരിയോസിറ്റിയിൽ അന്വേഷിച്ചപ്പോൾ അത് അഷ്മലിക്ക തന്നെ ചെയ്തു വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവർക്കുമായിട്ട് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ള ഒരു ടർഫാണെന്ന് പറഞ്ഞു. ഇത്രയും സ്ഥലം അത് ആളുകൾ ഉപയോഗിച്ചോട്ടെ എന്ന് ചിന്തിക്കാനുണ്ടായ മനസ്സ് എവിടെ നിന്നായിരുന്നു? എൻ്റെ ചെറുപ്പകാലത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ കളിക്കാനോ അങ്ങനെയുള്ള ഇടങ്ങളൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ കളിച്ചിരുന്ന ഇതേപോലെ ഏതെങ്കിലും പറഞ്ഞു. ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഡെവലപ്പ് ചെയ്തു, ഇത്രയും വീടുകൾ. പണ്ട് ഇങ്ങനെ പറമ്പുകളായിട്ട് കിടന്നിരുന്ന ആ ഒരു ഇതൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആ ഗ്രൗണ്ട് ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പം തന്നെ ഓർത്ത് ഇങ്ങനെ ഇവിടെ ഒരു ഗ്രൗണ്ടിന്, കാരണം ഇവിടെ എല്ലാവരും ഫുട്ബോളിനെ നന്നായിട്ട് സ്നേഹിക്കുന്നവരാണ്. എന്നിട്ട് ഒരു പൊതുവെ അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് ഇതായി. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ കോർട്ടാക്കി, ഒരു ഓപ്പൺ ജിമ്മാക്കി. ഇനിയിപ്പോൾ അതിൻ്റെ മുട്ടി തന്നെ കുറച്ച് സ്ഥലവും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ പേരക്കുട്ടിയും കൂടെ ആയി, ഒരു 4 വയസ്സാണ്. അപ്പോൾ വൈഫ് എപ്പോഴും പറയും ആ മോനും കൂടെ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഓപ്പൺ ഒരു പാർക്ക് പോലെ ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഇനി അതിൻ്റെ പണിപ്പുരയിലാണ്. ഞാൻ എല്ലാ ബിസിനസ്സുകാരോടും വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് നമ്മൾ കുറേ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അവിടെ നിന്ന് ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കുക, അതിനെ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. നമ്മുടെ ആൾക്കാർ കൂടുതൽ കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ ഗൾഫുമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അവിടത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ചെയ്യാൻ കുറേ കൂടെ ടഫാണ് പല കാര്യങ്ങളുണ്ട്. പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങളും ഇന്ന് പക്ഷേ ഇപ്പൊ ഒത്തിരി അതൊക്കെ മാറി. ഞാൻ ഒരിക്കലും ഇതൊരു ജാതീയമായി ചോദിക്കുന്ന ചോദ്യമല്ല, പക്ഷെ ഞാനൊക്കെ എൻ്റെ കുഞ്ഞു കാലം തൊട്ടേ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ബിസിനസ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവാണ്. അവർ ജനിക്കുമ്പോൾ തൊട്ടേ അതിൽ ഭയങ്കര ട്രെയിൻഡ് ആണെന്നുള്ളത്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ഓവർ റിസ്ക് എടുക്കും.
അത് ശരി. റിസ്ക് കൂടുതൽ എടുക്കും. എൻ്റെ ഫാദറിൻ്റെ സൈഡ് മുഴുവനും ഗവൺമെൻറ് ജോബും ഒക്കെ ആയിരുന്നു. എൻ്റെ വാപ്പ റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ ആണ്. അത് ശരി. എൻ്റെ ഉമ്മയുടെ വീട് അല്ലെ മദറിൻ്റെ ഹൗസ് എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ടയാണ്. ഈരാറ്റുപേട്ട ടിപ്പിക്കലി ഒരു പക്ക ബിസിനസ് ഒരു കമ്മ്യൂണിറ്റീസ് പണ്ട് തൊട്ടേ ഈ ചെറു പ്രായത്തിൽ തന്നെ കുട്ടികൾ 5ലും 6ലും ഒക്കെ പഠിക്കുക, അല്ലെ ഒരു 7, 8 പഠിക്കുമ്പോൾ തന്നെ ഈ ഒട്ടുപാല് കച്ചവടം, റബ്ബറിന്റെ ബിസിനസ്, എന്തെങ്കിലും ഒരു ബിസിനസ്സിലോട്ട് ഇവര് തിരിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അത് ഭയങ്കരമായിട്ട് പഠിത്തത്തെക്കാൾ കൂടുതൽ ആദ്യം ബിസിനസ്സിനോടായിരുന്നു താല്പര്യം കാണിച്ചിരുന്നത്. ഇക്കടെ ലൈഫിൽ തന്നെ ഇപ്പൊ അച്ഛനൊക്കെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഗവൺമെന്റ് ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മകൻ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പുറമെ ഒരു അയ്യോ അതിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം വന്നിരുന്നു. അങ്ങനെ ഒരു നമ്മളെ റിസ്ട്രിക്ട് ചെയ്യുന്ന ഒരു ടൈപ്പുള്ള ഒരാളൊന്നും അല്ല. ഞങ്ങൾ 4 ബ്രദേഴ്സാണ്. 4 പേരും പല മേഖലകളിലോട്ട് പോയേക്കുന്നു. അപ്പോൾ ഇന്നത് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുള്ളതൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പം എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ ഫാദറിലോ ഇപ്പം ഗ്യാസ് ഏജൻസിയൊക്കെ ഉള്ളതാണ്, അദ്ദേഹം ബിസിനസ്സിലായിരുന്നു. അപ്പോൾ അതും എനിക്ക് വലിയൊരു ബ്രേക്ക് ത്രൂ ഇതാണല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കമ്പൈൻഡ് ആയിട്ട് നമുക്ക് അത് വളർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ പുതിയ സംരംഭത്തിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അത് കിട്ടിയേക്കുന്നു. ഞാൻ ഇക്കടെ ഇന്റർവ്യൂസ് ഒക്കെ ശ്രദ്ധിച്ചപ്പോൾ തുടക്കം മുതലേ ഇതിനൊരു വളരെ സക്സസ്ഫുൾ ആയ വെഞ്ചർ ആക്കിയതിന് ശേഷം അതിനെ മറ്റൊരാൾക്ക് വിൽക്കുക, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിനെ വിൽക്കാൻ സാധിക്കുക എന്നുള്ളത്, ഈ തോട്ട് പ്രോസസ്സ് ഒരു സ്റ്റാർട്ടപ്പിന് കേൾക്കാറുണ്ട്, ചെറുപ്പക്കാരുടെ ഇടയിൽ കേൾക്കാറുണ്ട്. പക്ഷെ ഈ ഒരു ജനറേഷനിൽ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കേൾക്കുന്നത്. ഇത് ആദ്യം തൊട്ടേ ഉണ്ടോ ഇങ്ങനെ ഒരു തോട്ട്? ഞാൻ സന്തോഷം കാണുന്ന എപ്പോഴും ഒരു പ്രസ്ഥാനം കെട്ടിപ്പെടുത്തി എടുക്കുന്നതിലാണ്. അത് നല്ലൊരു പ്രോപ്പർ ട്രാക്കിൽ കൊണ്ടുവരിക, നല്ല ഏണിങ്സ് അതിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ബിസിനസ്സാണല്ലോ. നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ ഒരു കമ്പനിയെയും ഒരു പ്രൊഡക്റ്റ് പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നത് കൊണ്ടാണ് എനിക്കത് അതിലോട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതിനൊരു ടേക്ക് ഓവറിലോട്ടോ കൊണ്ടുവരാൻ പറ്റുന്നത്. ഒരു ലിമിറ്റ് വിട്ടിട്ട് നമ്മുടെ ഒരു റിസോഴ്സ് വെച്ചിട്ട് അതിനെ ഒരു സ്കെയിലപ്പ് ചെയ്യാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. പക്ഷെ അപ്പോൾ അത് ആ പറ്റുന്ന രീതിയിലാക്കിയിട്ട് അതിനെ വേറൊരു ലെവലിലോട്ട് എത്തിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ കയ്യിലോട്ട് കൊടുക്കുന്നതും ഒരു കഴിവാണല്ലോ. തീർച്ചയായിട്ടും. അതിലേക്ക് എത്താനായിട്ട് മറ്റൊരു കമ്പനി അല്ലെങ്കിൽ മറ്റൊരു കോർപ്പറേറ്റിനെ നമ്മളുടെ കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ഒരിക്കലുമല്ല. വൺ ഓഫ് ദ ടഫസ്റ്റ് തിങ്. അതെ അല്ലേ? അതെങ്ങനെയായിരുന്നു അതിനെ സാക്ഷാത്കരിച്ചത്? അത് ഇറ്റ്സ് എ ലോങ് ജേർണി. എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കമ്പനി നമ്മളിൽ ഇൻട്രസ്റ്റ് കാണിച്ച് വരണമെങ്കിൽ അവരുമായിട്ട് അതിനെ ലയിപ്പിക്കാനോ അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ വേണം. ബീറ്റ് സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു HR പോളിസി, ആ കമ്പനിയുടെ ഒരു ഒബ്ജക്റ്റീവ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. കമ്പനിയുടെ ഒരു ഒബ്ജക്റ്റീവ്, പിന്നെ കമ്പനിയുടെ ഒരു P&L എടുത്തു നോക്കിയാൽ ഒരു എബിറ്റ പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ എന്നിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നവരെന്നൊക്കെ പറഞ്ഞാൽ യു വോണ്ട് ബിലീവ്. കാരണം ഇത് ഏതാണ്ട് 1 വർഷത്തോളം എടുക്കും ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ആദ്യം 2-3 മാസമൊക്കെ ഇങ്ങനെ തമാശ രീതിയിലൊക്കെ ഇങ്ങനെ പോയി. പിന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ രാവിലെ മുതൽ ഇങ്ങനെ തുടങ്ങുന്നു, വൈകുന്നേരം വരെ മീറ്റിങ്ങുകൾ, ഇതിങ്ങനെ. അപ്പം നമ്മൾ തന്നെ ആലോചിക്കും, ഈ ഒരു ബിസിനസ്സിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്ത് വെക്കേണ്ടിയിരുന്നോ, അല്ലെങ്കിൽ ഇത്രയും നമ്മൾ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോലും പല കാര്യങ്ങളും നമ്മൾ ഒരു ലയനം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ കണ്ടുവെക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത് അതൊരു ലോങ് ജേർണി, ഒരു ഭയങ്കര ഒരു സ്റ്റഡി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ലാസ്റ്റ് ഇതിൻ്റെ ട്രാൻസാക്ഷൻ്റെ ലാസ്റ്റ് പീരീഡൊക്കെ ആയപ്പോഴേക്കും അവിടുത്തെ മെർജിങ് ആൻഡ് M&A എന്ന് പറയും, മെർജിങ് ആൻഡ് അക്വിസിഷൻ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അവരൊക്കെ ആയിട്ട് വലിയ അടുപ്പമായി. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ നമ്മുടെ ഫണ്ടൊന്നും വന്നിട്ടില്ല. അപ്പം ഞാനൊരു ലാസ്റ്റ് ഒരു മീറ്റിങ്ങിൽ ചോദിച്ചു, ഇനിയിപ്പോൾ എൻ്റെ DNA കൂടെ നോക്കാനുള്ളൂ, ഞാനാണോ അജ്മൽ എന്നുള്ളത്. അപ്പോൾ അവർ ഭയങ്കര ചീരിയതാണ്. അവർ പറഞ്ഞ് ദിസ് ഇസ് ദ പ്രൊസീജിയർ. അവർക്ക് അതിലൊന്നും ചെയ്യാനില്ല. കാരണം അവർക്ക് ഇത് സക്സസ്ഫുള്ളി ചെയ്താലേ ഉള്ളൂ, അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള വളർച്ചയിലാണ് അത് എഫക്ട് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് ഈ അജ്മൽ ബിസ്മി എന്ന് പറയുന്ന ഹോൾഡിങ്സിനെ IPO ചെയ്യാമായിരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതെ, 2 ഓപ്ഷനാണ് എപ്പോഴും നമ്മൾ മുന്നോട്ട് എപ്പോഴും ഒന്നില്ലെങ്കിൽ IPOക്ക് പോവുക, അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുമോ.
ഈ 20 വർഷത്തിലധികം നമ്മളിങ്ങനെ ഒരു ചെയിൻ, ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ഹോൾഡിങ്സ് ഇങ്ങനെ നിലനിർത്തുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? ഞാൻ 2003 ഞങ്ങൾ ഇലക്ട്രോണിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്ലോലി ഒരു സ്റ്റോർ കൊണ്ട് തുടങ്ങുന്നു. പിന്നെ 2-3 വർഷം കഴിയുമ്പോൾ രണ്ടാമത്തെ സ്റ്റോർ തുടങ്ങുന്നു. പിന്നെ അങ്ങനെ ഇലക്ട്രോണിക്സ് മാത്രം അങ്ങനെ ബിൽഡ് ചെയ്ത് വരെയായിരുന്നു. ഒരു ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു 11 സ്റ്റോറോളം ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്കിവിടെ ഒരു മാൾ സംസ്കാരം വന്നത്. ഓക്കെ, ഒരു എസ്പെഷ്യലി ഇപ്പോൾ പറയുവാണെങ്കിൽ ലുലു തന്നെ. ലുലു ആണ് ആദ്യം വന്ന അതൊരു മേജർ കാരണം പണ്ട് നമ്മുടെ പോലത്തെ ഒരു ഹൈ എൻഡ് സ്റ്റോറുകളിൽ ആൾക്കാർ വാക്കിൻസ് കൂടുതലായിരിക്കും. ടെക്സ്റ്റൈൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, എന്തെങ്കിലും രാവിലെ പോയാൽ ഇപ്പോൾ എൻ്റെ വൈഫൊക്കെയാണ് എല്ലാ ദിവസവും ആഴ്ചയിൽ എല്ലാ ദിവസവും ഏതെങ്കിലും ടെക്സ്റ്റൈൽ കടയിൽ എങ്ങനെ കയറി ഇറങ്ങി. അതൊരു വാക്കിൻസ് ചിലപ്പോൾ അത് അങ്ങനെ കയറുമ്പോഴായിരിക്കും ഇമ്പൾസ് ബൈങ്ങിൽ എന്തെങ്കിലും ബൈ ചെയ്യുന്നത്. അങ്ങനെയുള്ള വാക്കിൻസ് തന്നെ ഈ മാളുടെ ഇത് മാൾ സംസ്കാരം വന്നതോടുകൂടി പയ്യെ നമ്മുടെ നിന്നൊക്കെ ഇങ്ങനെ അങ്ങനെയുള്ള വാക്കിൻസ് ആവശ്യക്കാർ മാത്രം വരുന്നു. ആവശ്യക്കാർ മാത്രം വരും. ബാക്കിയുള്ളവരൊക്കെ എല്ലാം ഹാങ് ഔട്ട് ചെയ്യുന്നത് ഈ ഇങ്ങനെയുള്ള ഷോപ്പിംഗ് മാളുകളിലോട്ട് മാറാൻ തുടങ്ങി. ഞാൻ പറയുന്ന ഒരു 2011-12 ഒക്കെ ആയപ്പോൾ. അപ്പോൾ അത് ഞാൻ ശരിക്കും റീറ്റെയിൽ സ്റ്റോറിൽ നിന്ന് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ശരിക്കും ഇതിൽ ഇൻവോൾവ് ആയി ചെയ്യുന്നത്. അപ്പം എനിക്ക് ആ ചേഞ്ചസ് ശരിക്കും മനസ്സിലാവും നമുക്ക്. അപ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഷോപ്പിംഗ് മാളിലൊക്കെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് റീറ്റെയിലാണ്, ഹൈപ്പർ മാർക്കറ്റാണ്. ഉടനെ തന്നെ എൻ്റെ ചിന്ത പോകുന്നത് ഇനിയുള്ള സ്റ്റോറുകൾ വരുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ ഒരു കമ്പൈൻഡ് ഒരു ബോക്സ് ഉണ്ടാക്കുന്നതാണ് സക്സസ്ഫുൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗൾഫിൽ പോയാലും ദുബായി പോയാലും ഒക്കെ നിങ്ങൾക്ക് കാണാം എല്ലാ ഹൈപ്പർ മാർക്കറ്റ്സിലാണ് ഒരു സൈഡ് ദാറ്റ് വിൽ ബി ഇലക്ട്രോണിക്സ്, ഒരു സൈഡിലായിരിക്കും ഫുഡ്, ഒരു സൈഡിൽ ഫാഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു റിപ്ലിക്ക ഇവിടെ നോക്കാം. അങ്ങനെയാണ് ഞാനൊരു 2015-16 ആയപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടൊരു. അപ്പോൾ നമ്മൾ കാണുന്ന ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴാണ് നിങ്ങൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യമാണ് എൻ്റെ ഇതിലെ എഡ്ജ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന്. ഞാൻ അതിനെയാണ് കാശാക്കാൻ നോക്കിയത്. മനസ്സിലായി? കേരളത്തിൽ തുടങ്ങാൻ പാടുള്ളിടത്ത് ഞാൻ അത് തുടങ്ങി എല്ലാം സെറ്റ് ആയിക്കുന്ന ഒരു ട്രാക്കിൽ ഓടുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾ വരും. അല്ലേ? നമ്മള് ഒരു ബിസ്മി തുടങ്ങിയത് ഫാദർ ഇൻ ലോയും സണ്ണും ഒരുമിച്ചുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ്. അതെ, 2 ജനറേഷനിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടുപേരുടെയും തോട്ട് പ്രോസസ്സുകള്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലല്ലേ? അതിനെങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയത്? ഞങ്ങൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എപ്പോഴും പോയിരുന്നത്. അപ്പം ഒരു ഫാദറിലോ അല്ലെങ്കിൽ ഒരു സണ്ണിലോ എന്നുള്ള ഒരു ബന്ധത്തിലല്ല ഞങ്ങൾ ശരിക്കും ഒരു തോളോട് തോള് ചേർന്ന് നിന്ന് തന്നെ ബിസിനസ് വളർത്തിയ 2000 മുതൽ തന്നെ. ഞങ്ങൾ ആദ്യം ട്രേഡിംഗ് ആയിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നു LGയുടെ, പിന്നെ വീഡിയോകോണിൻ്റെ C&F ചെയ്തിരുന്നു, എൻജിൻ ഓയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നു. ഇതൊക്കെയാണ് ഞാൻ വന്നിട്ട് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം അതിലൊക്കെ അദ്ദേഹം അപ്പോൾ ഫിനാൻസ് സൈഡൊക്കെ അദ്ദേഹം ഇരുന്ന്, അപ്പോൾ അതേപോഴും എനിക്ക് ഓഫീസിലിരുന്ന് ചെയ്യുന്ന വർക്കുകൾ ഈസ് വെരി ഷൂഡ്. അപ്പം നന്നായിട്ട് അവിടെ ഇരുന്ന് ചെയ്യാൻ ഉള്ള കഴിവും നന്നായിട്ട് തന്നെ അത് മാനേജ് ചെയ്യാൻ അറിയാം. അപ്പം ഞാൻ ശരിക്കും അങ്ങോട്ട് മാർക്കറ്റിലോട്ട് ഇറങ്ങി. മാർക്കറ്റിംഗ് ആണെങ്കിലും സെയിൽസ് അല്ലെ HR, ഇത് മൂന്നും ഞാൻ മാനേജ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ക്ലിയർലി അതിലൊരു ഡെഫിനിഷൻ കൊണ്ടുവന്നല്ലോ. അപ്പം രണ്ടിതും കിട്ടി. ഓക്കെ, ഒരു ഇരുത്തം വന്നൊരു ബിസിനസ്സുകാരനും ഒരു റിസ്ക് എടുക്കാൻ അല്ലെങ്കിൽ എന്തിലോട്ടും ചാടി കയറുന്ന രീതിയിൽ. അപ്പോൾ അത് ശരിക്കും നല്ല രീതിയിൽ ഞങ്ങളത് നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ച്, എന്നാൽ പോലും അപ്പോഴും ഓഫ് കോഴ്സ് അഭിപ്രായ ചെറിയ രീതിയിലുള്ളൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങനെ മാനേജ് ചെയ്തു പോകും. അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും തുടങ്ങണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നവർക്ക് എന്തായിരിക്കും ഒരു അഡ്വൈസ് കൊടുക്കുക? ആരും മാർക്കറ്റ് ശരിക്കും കൊണ്ട് പഠിക്കാതെ ആരെങ്കിലും കാണിക്കുന്നത് ചെയ്യുന്നത് അവര് ചെയ്യുന്നത് വർഷങ്ങൾ കൊണ്ട് അവരുണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു ഇതായിരിക്കും. ഓക്കെ, അപ്പൊ ഇവരുമായിട്ട് പോയിട്ട് വെറുതെ പ്യുവർലി പ്രൈസിന്റെ മുകളിൽ കോമ്പീറ്റ് ചെയ്യും. അത് ഒരിക്കലും ഒരു ബിസിനസ് അല്ല. അത് ശരിക്കും ലാഭം ഉണ്ടാക്കുന്നതിനാണ് ബിസിനസ് എന്ന് പറയുന്നത്. ലാഭം ഉണ്ടാക്കുന്നത് തന്നെ നമ്മൾ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ യൂത്ത് ശരിക്കും ചെയ്യേണ്ടത് ബിസിനസ് പഠിക്കുക. ബിസിനസ് കേരളത്തിൽ തന്നെ ചെയ്യണമെന്നില്ലല്ലോ, ഇല്ല. ഇപ്പൊ നിങ്ങൾ നോർത്തിലോട്ട് പോയാലും ഇപ്പൊ ബീഹാറോ ബംഗാളോ ഈവൻ ആന്ധ്ര, ഈവൻ തമിഴ്, എല്ലായിടത്തും പോയാലും നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന കോർപ്പറേറ്റ് കമ്പനി പറഞ്ഞ ആദ്യത്തെ വാക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പൊ അവർ ഈ ഒരു ഫീൽഡിലാണ് പറഞ്ഞത്. അത് നിങ്ങൾ നോക്കിയാൽ എല്ലാ ഫീൽഡും തന്നെ ഈ വൈറ്റ് ഗുഡ്സിൽ ഇത്രയും ഓർഗനൈസ്ഡ് റീറ്റെയിലർ ഉള്ള വേറെ സ്റ്റേറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന്റെ 4 ഇരട്ടി ജനങ്ങളുള്ള
സ്ഥലവും ഇതിനെക്കാട്ടി കൂടുതൽ ഇവിടെ നമ്മുടേത് ഇപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ ഡിജിറ്റലും എന്ന് പറഞ്ഞാൽ മൊബൈലും വൈറ്റ് ഗുഡ്സും എല്ലാം അടക്കം നോക്കിയാൽ കൂടി വന്നതിന് ഒരു 6,000 7,000 ക്രോറിന്റെ ബിസിനസ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. അതിന് ഇവിടെ തന്നെ ഇപ്പൊ തന്നെ 10-12 ഈ കമ്പനീസ് ഉണ്ട്. വേറെ ഇഫ് യു ഗോ ഡൗൺ ടു ഇപ്പൊ നോർത്തിലൊക്കെ പോയാൽ ഇതിന്റെ ഇരട്ടിയുള്ള സ്ഥലത്ത് ഇപ്പൊ 7,000 കോടിയുള്ള അടുത്ത് 18,000 കോടി ടേൺ ഓവർ ഉള്ള സ്ഥലത്ത് ചിലപ്പോൾ 4 ഓർഗനൈസ്ഡ് റീറ്റെയിലേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് അത് നമ്മൾ നോക്കി ചെല്ലണം എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടുത്തെ ബിസിനസ്. എല്ലാവരും കയറി ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞ ഒരു ചെറിയ മാർക്കറ്റാണ്. ഇവിടുത്തെ ഒരു ഇത് കണ്ടുകൊണ്ട് തന്നെ വീണ്ടും അല്ലെങ്കിൽ നമ്മൾ പുതിയതിലോട്ട് ഇറങ്ങണം. ഈ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും എങ്ങനെയാണ് ബാലൻസ് ചെയ്തത്? ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ലൈഫ് ഫാമിലിയായിട്ട് മാക്സിമം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഏറ്റവും ഇത് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഒരു സിനിമ എൻ്റെ ഒരു വലിയൊരു ക്രേസാണ്. ഫസ്റ്റ് ഡേ പോയി എല്ലാ പടവും കാണും. ഇന്നും പരിചയമുള്ള ആക്ട്രസാണ് അവർക്ക് മെസ്സേജും വിട്ട് അങ്ങനെ അത് ഇഷ്ടപ്പെടുന്നതാണ് എല്ലാ പടവും. ഇനി പറ്റുമെങ്കിൽ അത് കഴിഞ്ഞിട്ട് OTT വരുമ്പോൾ ഒന്നും കൂടെ കാണും. അപ്പൊ അത്രയും ഞാൻ എല്ലാ അപ്പൊ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും നിനക്ക് ഇത്രയും സമയം. പക്ഷേ അതങ്ങനെ നമ്മുടെ ഒരു ഇഷ്ടമാണല്ലോ അത്. ഒരിക്കലും അല്ല. ഞാൻ ആദ്യം മുതലേ ബിസിനസ് തുടങ്ങുമ്പോൾ മുതലേ അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് പോരുന്നതാണ്. ചിലപ്പോൾ എൻ്റെ സ്ട്രെസ് മാറുന്നത് അത് കാണുമ്പോഴായിരിക്കാം. ഈ റീറ്റെയിൽ രംഗത്ത് നിൽക്കുന്ന നമ്മൾ മറ്റ് കോമ്പറ്റേറ്റേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു ബ്രാൻഡ് അംബാസിഡർ ഉണ്ടാവും. അവർ ത്രൂ ഔട്ട് കുറെ വർഷങ്ങളായിട്ട് ആ കമ്പനിയുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ടാവും. അജ്മൽ ബിസ്മി അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടില്ലേ? ഉണ്ടല്ലോ. കുഞ്ചാക്കോപ്പൻ നമ്മുടെ ഒരു ബ്രാൻഡ് ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു ബ്രാൻഡ് റീകോള് AB അജ്മൽ ബിസ്മി എന്നും പറഞ്ഞ് 2015 നമ്മൾ റീബ്രാൻഡിങ് വന്നപ്പോൾ ശരിക്കും ഒരു നോട്ടബിൾ പേഴ്സൺ അല്ലെങ്കിൽ ഇതേപോലൊരു ഇവരെയൊക്കെ നമുക്ക് വേണ്ട ഒരു ഫേസ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോഴാണ്. അപ്പം നമ്മൾ ആ ഒരു റീബ്രാൻഡിങ്ങിൻ്റെ സമയത്താണ് ചാക്കോച്ചനുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫുഡ് റീറ്റെയിലോട്ട് കയറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫാമിലിയാണ് കയറുന്നത്, യൂത്ത് അല്ല. അപ്പം എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഒരു ക്ലീൻ സ്ലേറ്റ് അല്ലെങ്കിൽ ക്ലീൻ ഇമേജ് ഉള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് ഹി വാസ് വെരി ഗുഡ് ഫ്രണ്ട്. നല്ല രീതിയിൽ ഇപ്പോൾ ഷൂട്ടാണെങ്കിലും ഒക്കെ അതിനൊന്നും ഒരു മടിയോ. ആൻഡ് എനിക്ക് തോന്നുന്നു ചാക്കോച്ചനും ബിസിനസ്സിനോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളാന്ന് തോന്നുന്നു. അപ്പം നമ്മളൊരു പോസ്റ്റർ ഇട്ടാൽ പോലും പുള്ളി അത് നമ്മളെ വിളിച്ചിട്ട് അത് മേടിക്കും പുള്ളിക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി. അത്രക്ക് അതില് ഇൻവോൾവ് ആയി. ഏത് ഫീൽഡിലേക്ക് പോകണം എന്നുള്ള ഒരു തോട്ട് ഉണ്ടല്ലോ. ഇപ്പൊ ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി എന്നുള്ളതല്ലല്ലോ. ആ തോട്ട് എങ്ങനെയാ വരുന്നത്, അല്ലെങ്കിൽ ആളുകൾക്ക് എങ്ങനെ ഇത് കണ്ടെത്തേണ്ടത്? ഞാനൊക്കെ ഇപ്പൊ റീറ്റെയിലോട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് പ്രത്യേകിച്ച് ഒരു പഠിച്ചിട്ടോ ഒന്നുമല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു എടുത്തിയാട്ടം തന്നെയായിരുന്നു. 98-99 പറഞ്ഞാൽ നമുക്ക് വേറെ ഈ സോഷ്യൽ മീഡിയ ഓൺലൈൻ ഇതൊന്നുമില്ല. നമ്മുടെ ഫുൾ മാർക്കറ്റിംഗ് എല്ലാം വരുന്നത് പേപ്പറിൽ കൂടെ. മനോരമ അല്ലെങ്കിൽ മാതൃഭൂമി ഇങ്ങനെയുള്ള പേപ്പറിൽ വരുന്ന വാണ്ടഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, വാണ്ടഡ് C&F എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഇതാണ് നമുക്ക് വരുന്ന ഒരു ഇത്. അതിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്തിട്ടാണ് എനിക്ക് എന്താണ് ഈ LGയുടെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയതും വീഡിയോകോണിന്റെ C&F ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയങ്ങൾ നല്ലതായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഇത്രയും കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ബിൽഡ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ ഇത് രണ്ടും ചെയ്തപ്പോഴാണ് ഇതിനെക്കാട്ടി കൂടുതൽ പേരും പെരുമയും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പോൾ LGയുടെയും വീഡിയോകോണിൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഈ മീറ്റിങ്ങിന് കമ്പനി മീറ്റിങ്ങിന് പോകുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർക്ക് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കാരണം നമ്മൾ അവരെ സാധനം മേടിക്കുന്നു കൊടുക്കുന്നു ആ ഇതേ ഉള്ളൂ. അതിപ്പോൾ ഞാനല്ലെങ്കിൽ വേറെ ആൾ അവർക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാം. പക്ഷെ റീറ്റെയിൽ ബ്രാൻഡിനാണ് ആ ഏതൊരു കമ്പനി മീറ്റിങ്ങിന് പോയാലും ഒരു ഗമ. അവരെയാണ് ഇവർ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുള്ളൂ. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ഈഗോ ഇതിലോട്ട് ഇറങ്ങിയാലേ ഉള്ളൂ. അപ്പം നമ്മുടെ വിചാരം അതിനാണ് ലാഭം. കാരണം ഇത്ര ചെയ്യുന്നു അത്ര ചെയ്യുന്നു ഈ പറഞ്ഞ പോലെ അതിൻ്റെ വലിയ വർക്കിങ്സ് ഒന്നും എടുത്തിട്ടൊന്നും അല്ല നമ്മൾ ചാടുന്നത്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കപ്പോൾ 2003 ആയപ്പോൾ ഒരു സ്റ്റോർ നമുക്ക് സ്റ്റേഡിയത്തിൽ GCDയുടെ ബിൽഡിംഗ് കിട്ടുന്നു. ആക്സിഡന്റിൽ നമ്മളത് ഓപ്ഷനിൽ നമുക്ക് കിട്ടുന്നു. നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിലോട്ട് ഇറങ്ങിയേക്കുന്നത്. എല്ലാ ബിസിനസ്സും നമുക്ക് ലാഭകരമാക്കാൻ ഒരു പരിധി വരെ നമ്മൾ നല്ല രീതിയിൽ ബാക്കി ഹാർഡ് വർക്ക് ചെയ്താൽ പറ്റും. പക്ഷെ അതിൽ ഇൻവോൾവ് ആവാൻ പറ്റണം.
ആ രീതിയിൽ ഫുള്ളി അതിൽ ഇൻവോൾവ് ആയിട്ട് ആദ്യ കാലങ്ങൾ അതൊരു ട്രാക്കിലോട്ട് ആവുന്നവരെ അതിൽ ഇൻവോൾവ് ആയി നിന്നതിനെ തീർച്ചയായും അതിലോട്ട് വരാൻ പറ്റും. ഇനി കുറച്ച് പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നമ്മളെ ഒരു ബിസിനസ് വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമുക്കൊരു ലക്ഷറി കാർ വാങ്ങണം എന്നായിരിക്കും ആദ്യത്തെ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ലക്ഷറി വീട് ഉണ്ടാക്കണം എന്നുള്ളതായിരിക്കും. എന്തായിരുന്നു ആദ്യത്തെ ആഗ്രഹം? ഞാൻ കൂടുതൽ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. വീട് അപ്പോൾ വീടൊരു കുറച്ച് നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് നമുക്ക് വീട്ടിലോട്ട് വന്നാൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടണം, കൂടുതൽ സമയം വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ തോന്നണം എന്നുള്ള. അപ്പം വീട് വെക്കുമ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വീടായിരിക്കണം എന്നുള്ള അത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഒന്നത്. രണ്ട്, പിന്നെ എനിക്ക് എപ്പോഴും വലിയ ആഗ്രഹമുള്ളത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫാമിങ് ഭയങ്കര ഇഷ്ടമാണ്. ഈ കൃഷി വലിയ ഇഷ്ടമുള്ളതുകൊണ്ട് അതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ. നല്ലൊരു ഫാം മേടിക്കണം. ഇപ്പോഴും അത് നടന്നിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ഫാം ഉണ്ടെങ്കിലൊക്കെ ചെറിയ ഇതിലാണ്. എല്ലാ വൃക്ഷങ്ങളും കൂടെ കൂടിയിട്ടുള്ള രീതിയിൽ നല്ലൊരു തോട്ടം, അതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം ഇപ്പോഴും ഉണ്ട്. പിന്നെ അതിങ്ങനെ സമയം കിട്ടാത്തതുകൊണ്ട് അതിലോട്ട് അത്ര ഇൻവോൾവ് ആവാത്തതുകൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല. നമ്മള് ഇപ്പൊ ഞങ്ങളിങ്ങോട്ട് വന്ന് കയറുമ്പോ ഒരുപാട് കാറുകൾ ഇങ്ങനെ നിരത്തി കിടക്കുന്നത് കാണാം. ഇതില് ഏത് കാറിനാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറുള്ളത്? ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വണ്ടി മതി. നന്നായിട്ട് അത്യാവശ്യം പോയാൽ ഒരു ഇച്ചിരി ഗമയിൽ ചെല്ലാൻ പറ്റുന്ന ഒരു വണ്ടി ആവണമെന്നുണ്ട്. അതിപ്പോ ദൈവകൃപയാൽ എനിക്ക് റേഞ്ച് റോവർ ഉണ്ട്, അതിൻ്റെ യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ വേറെ ഒരു വണ്ടി, അത്രേ ഉള്ളൂ. അങ്ങനെ കുറെ പല വണ്ടിയിൽ സ്ഥിരം പോകണമെന്നോ അങ്ങനെയുള്ള ആഗ്രഹമില്ല. ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ നിങ്ങളെ വീട്ടിലെല്ലാവരും ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബ്രാൻഡാണ് ഒബ്വിയസ്ലി. നമ്മളൊരു ബ്രാൻഡ് നോക്കുന്നു. പിന്നെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, എത്രയും പെട്ടെന്ന് ഇപ്പം ടൗണിലൊക്കെ ആണെങ്കിലും പോയി വരാനുള്ള ഒരു എളുപ്പമൊക്കെ വെച്ച് നോക്കിയിട്ട് അങ്ങനെ എടുക്കുന്നു. അത്രയൊക്കെ വണ്ടിയെ പറ്റി ഞങ്ങൾ ആരും അത്ര വലിയൊരു വണ്ടിയോട് അത്ര ക്രൈസ് ഉള്ളവരല്ല. ആദ്യമായി വാങ്ങിച്ചത് ഏതായിരിക്കും? ആദ്യം എനിക്കൊരു സെൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ 98-ല്. അതിന് മുമ്പ് 800 ആയിരുന്നു. 800 ആയിരുന്നു വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സെൻ എടുത്തു, മാരുതി സെൻ കഴിഞ്ഞിട്ട് ഒരു ലാൻസർ വന്ന്. അപ്പോൾ നമ്മുടെ ഒരു വളർച്ചയുടെ അനുസരിച്ച് നമ്മളിങ്ങനെ ഒന്ന് അപ്പാക്കി. പിന്നെ ഞങ്ങൾക്ക് എനിക്കും വൈഫിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ഉണ്ടായിരുന്നത് ഓഡി Q7 ഫസ്റ്റ് മോഡൽ. അതായിരുന്നു 5555 വണ്ടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ഞങ്ങൾക്ക് ഈ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ടാറ്റ സുമോയും ഉണ്ടായിരുന്നു. ടാറ്റ സുമോ അന്ന് അതൊരു മൾട്ടി പർപ്പസ് ആയിരുന്നു. നമ്മൾ ഈ ഡീലേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു 5-6 പ്രൊഡക്റ്റും കയറ്റില്ല. സ്റ്റൗവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, അല്ലെ ടി വിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുറയിൽ ടി വിയും കയറ്റി വെക്കും. അപ്പോൾ പോണ വണ്ടിക്കാശ് അതിൽ ലാഭമായിട്ട് വരും. മൾട്ടി പർപ്പസ് വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ ഗ്യാസിൻ്റെ പൈപ്പിംഗ് വർക്കായിരുന്നു ആദ്യം. എൻജിനീയറിങ് കഴിഞ്ഞ് ഞാനും വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാനും ഫാദറിലും കൂടെ ആദ്യം തുടങ്ങിയത് റെട്ടിക്കുലേറ്റഡ് സിസ്റ്റം എന്ന് പറയും, ഗ്യാസിൻ്റെ പൈപ്പിംഗ് വർക്ക്. അദ്ദേഹത്തിന് ഗ്യാസ് ഏജൻസി ഉണ്ടായിരുന്നുകൊണ്ട് പുള്ളി പറഞ്ഞു ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു വന്നത്. അപ്പോൾ ഞാൻ പയ്യെ വന്നിട്ട് ഈ പൈപ്പിംഗ് വർക്ക് നല്ലൊരു ഇതായിരുന്നു, നല്ല പ്രോഫിറ്റബിൾ ഒരു ബിസിനസ്സാണ്. പക്ഷേ പിന്നെ ക്രെഡിറ്റ് കുറേ പേയ്മെൻറ്റ് കിട്ടാൻ ചെറിയ ഭാഗം. ഇത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഞാനാണ് ആദ്യമായിട്ട് ഈ ഫ്ലാറ്റിൽ റെട്ടിക്കുലേറ്റഡ് സിസ്റ്റം ചെയ്തത്. ഫസ്റ്റ് ആള് ഞാനാണ് ഹീര കവടിയാറുള്ള ഹീരയിൽ വെരി ഫസ്റ്റ് വർക്ക് ഈ ഹീര പാലസിൽ ചെയ്യുന്നത്. അതെനിക്ക് തോന്നുന്നത് ഒരു 98-ലൊക്കെ ആയിരിക്കും. ഇനി അതിനേക്കാൾ ഇത് ശബരിമലയിൽ ഫുൾ ഗ്യാസ് വർക്ക് ചെയ്തത് ഞാനാണ്. 4 പ്രാവശ്യം ഞാൻ എൻ്റെ ശബരിമലയിൽ അതിനു വേണ്ടി കയറുകയും ചെയ്തു. അതെ, അന്ന് എല്ലാവരും വിറകടുപ്പായിരുന്നു ശബരിമലയിൽ യൂസ് ചെയ്തത്. അന്നറിയാലോ സീസൺ സമയത്ത് ശബരിമല എന്ന് പറഞ്ഞാൽ ഇത്രയും നീളത്തിലുള്ള ദോശക്കല്ലൊക്കെ ആയിരിക്കും. അതിൻ്റെ അടിയിൽ വിറകിട്ടിട്ടാണ് ചെയ്തിരുന്നത്. ഇതൊക്കെ ഒരു രാത്രിയിൽ, ഇപ്പോൾ രാത്രിയാണ് ഇത് അടക്കുകയുള്ളൂ. കാരണം തിരക്കൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇതെല്ലാം മാറ്റി പൈപ്പിംഗ് ഒക്കെ ചെയ്ത് സിലിണ്ടറൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഇതെല്ലാം ദോശയുടെ ബർണർ വെച്ച് കൊടുത്ത് ഇതാക്കി. അപ്പൊ 4 പ്രാവശ്യം അങ്ങനെ ശബരിമല കയറാനുള്ള ഒരു ഭാഗ്യവും കൂടെ കിട്ടിയിട്ടുണ്ട്. ഏത് ബിസിനസ്സുകാരനെ വളർച്ചയുടെ പാതയിൽ ഇങ്ങനത്തെ കുറെ സ്ട്രഗിൾസിന്റെ കഥ സത്യമായിരിക്കും. അതേപോലെ ഈ റീറ്റെയിൽ തുടങ്ങിയപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ഒബ്സർവേഷൻസ് വേണം എന്ന് പറയുന്നതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് സ്റ്റോർ തുടങ്ങി. റീറ്റെയിലിനെ പറ്റി ഒന്നും അറിയില്ല, വെറുതെ കൊണ്ട് സ്റ്റോർ തുടങ്ങി കുറെ സാധനങ്ങൾ എടുത്തുകൊണ്ട് കസ്റ്റമർ കയറുന്നില്ല. അപ്പോൾ എൻ്റെ മോള് വളരെ ചെറുതാണ്, ഒരു 4-5-6 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ.
അപ്പോൾ എന്നും അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചില ദിവസമൊന്നും ബിസിനസ് 1 രൂപയുടെ പോലും കച്ചവടം ഉണ്ടല്ലോ, എന്നാൽ പോലും വെറുതെ ഒരു 25,000 രൂപ ഫ്രിഡ്ജ് വെറുതെ ബില്ലടിച്ചിടും, വെറുതെ സെയിലൊന്നും ഉണ്ടെന്ന് കാണിക്കാനെങ്കിലും. കച്ചവടം പോലും ഉണ്ടായിരുന്നില്ല. ഒരു 2003 അപ്പോൾ എൻ്റെ വൈഫ്, അപ്പോൾ ചെറിയ കുട്ടിയായി മോള്, അന്നെന്ന് പറഞ്ഞാൽ ആകെ ടി വിയിൽ ഏഷ്യാനെറ്റ് ഉണ്ട്, പിന്നെ ജൂക്ക് ബോക്സ് ആയിരുന്നു, ACBയിലെ ജൂക്ക് ബോക്സ് ഇങ്ങനെ. അപ്പോൾ മക്കളെ ഭക്ഷണം കൊടുക്കണ ഈ ജൂക്ക് ബോക്സ് കാണിച്ചിട്ടാണ്, മെഡ്ലി ജൂക്ക് ബോക്സ് കാണിച്ചിട്ടാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതിലിങ്ങനെ ഒരു പാട്ട് കഴിയുമ്പോൾ ഒരു പരസ്യം വരും, അങ്ങനെ റിപ്പീറ്റഡ് പരസ്യം. അപ്പോൾ എന്നോട് വൈഫ് പറഞ്ഞ് ഇതിൽ പരസ്യം കൊടുത്താൽ നല്ലൊരു ഇതായിരിക്കും, കാരണം എന്തോരം പ്രാവശ്യമാണ് ഇതിൽ പരസ്യം പറഞ്ഞാൽ കുട്ടികളെ മുഴുവൻ ഇരുന്ന് ഇതിലല്ലേ കാണിക്കണമെന്ന്. അപ്പോൾ ഞാൻ നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അടുത്ത ദിവസം തന്നെ ഈ ACBയിലൊക്കെ പരസ്യം ചെയ്യുന്ന ആളെ തപ്പിപ്പിടിച്ച്, അന്ന് യു വോണ്ട് ബിലീവ് 1.5 ലക്ഷം രൂപക്കാണ് ഓൾ കേരള ഈ ACBയിൽ, മെഡ്ലിയിൽ, ജൂക്ക് ബോക്സിൽ എല്ലാത്തിലും കൂടെ ഓരോ പാട്ട് കഴിയുമ്പോൾ ബിസ്മിയുടെ ലോഗോ കാണിക്കും. ഇത് 2003-04. അപ്പോൾ അതുവരെ യു വോണ്ട് ബിലീവ് അതെന്ന് പറഞ്ഞാൽ അന്ന് ഈ പരസ്യം കൊണ്ട് 2-3 മാസം കൊണ്ട് വരാൻ തുടങ്ങിയപ്പോഴി കസ്റ്റമർ തലങ്ങും എന്നും കയറി ഇറങ്ങാൻ തുടങ്ങി. മനസ്സിലായി, ഭയങ്കരമായിട്ട് കയറി ഇറങ്ങാൻ തുടങ്ങി. കയറി ഇറങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ കഴിവാണല്ലോ, നമ്മുടെ സെയിൽസ്മാൻ്റെ കഴിവാണ് സാധനം വാങ്ങുക എന്നുള്ളത്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കുട്ടിയെയും കൊണ്ട് ഒരു ഫാമിലി വന്നിട്ട് പറഞ്ഞു മോളുടെ വലിയ ആഗ്രഹമാണ് ബിസ്മി കാണുന്നത്. കാരണം എന്നും ഇത് അതാണ് അതിന്റെ സക്സസ്. ബിസ്മി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിളിച്ചോണ്ട് വന്നാന്ന്. 2004 നടന്ന സംഭവമാണ്. ഇതാണ് അതിന്റെ ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാല് ബിസ്മിയെ ആക്കിയതിൽ ഭാര്യയ്ക്കും വലിയൊരു റോൾ. തീർച്ചയായും വലിയ റോളുണ്ട്. നമ്മൾ എല്ലാം ഷെയർ ചെയ്യുന്നത് നമ്മുടെ ബെറ്റർ ഹാഫ് വേർഡ് ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ അവളുമായിട്ട് ഷെയർ ചെയ്യുന്നതും അത് പിന്നെ അത് മാത്രമല്ല, ഇത് പുതിയൊരു സാധനത്തിലോട്ട് എൻ്റെ റിസ്കിൽ ഞാൻ ചാടിയേക്കുന്നതാണ്. ഇത് സക്സസ് ആക്കി എടുക്കണം എന്നുള്ള ആഗ്രഹം ഏറ്റവും കൂടുതലുള്ളത് എൻ്റെ വൈഫിനായിരിക്കുമല്ലോ. കാരണം അല്ലെ നാളെ ഇനി കാരണം ഇത് വിജയിച്ചു കഴിഞ്ഞാൽ കൂടാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതെങ്ങാനും പരാജയപ്പെട്ടാൽ അതിൻ്റെ കുറ്റപ്പെടുത്താൻ എന്താ പറയുക, അത് നമ്മളിലോട്ട് മാത്രമായിരിക്കും കൈ ചൂണ്ടുന്നത്. സത്യമാണ്. അത് എൻ്റെ ബിസിനസ്സിൽ ശരിക്കും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ സ്പോർട്സിനോട് വളരെ താല്പര്യമുള്ള ഒരു മൊത്തം കുടുംബം തന്നെയാണല്ലോ ഇത്. അപ്പോൾ സ്പോർട്സിന് വേണ്ടി കേരളീയർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? കഴിഞ്ഞ വർഷം കൊണ്ട് സൂപ്പർ ലീഗ് കേരള എന്ന് പറഞ്ഞ SLK, നവാസ് മീരാനാണ് അതിൻ്റെ ഹെഡ് ചെയ്യുന്നത്. ഞങ്ങൾ വൺ ഓഫ് ദ ഇൻവെസ്റ്ററാണ്, മലപ്പുറം FCയുടെ വൺ ഓഫ് ദ ഇൻവെസ്റ്ററാണ് അജ്മൽ ഹോൾഡിങ്സ്. ഞാൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. പണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ സ്പോർട്സിലോട്ട് ആൾക്കാർ പറയുന്നത് ഗവൺമെൻറ് ജോബ് കിട്ടാനാണ്, അല്ലാണ്ട് അതിനെ ഒരു പ്രൊഫഷനായിട്ട് എടുക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഇത് കളിച്ച് ഇതൊക്കെ ആയി പയ്യെ ഒരു ജോബ് കിട്ടിക്കഴിയുമ്പോഴേക്കും അവർ അതിൽ നിന്ന് മാറുകയാണ്. പക്ഷെ ഇത് പ്രൊഫഷൻ ആയി എടുക്കണമെങ്കിൽ ഇതിൽ നിന്നൊരു സാലറി നല്ലത് വരണമല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഈ SLK ഒക്കെ അതിനു വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ. അപ്പം ഒരു 2, 3, 4, 5 പേർക്ക് ഒരു 25 ലക്ഷം അല്ലെങ്കിൽ ഒരു 50 ലക്ഷം രൂപ ഒരു ഫീസ് പോലെ കിട്ടുന്ന ഒരു ക്ലബിൽ നിന്ന് കിട്ടി തുടങ്ങിയാൽ തീർച്ചയായും ഡെഫിനറ്റ്ലി ഇത് വൺ ഓഫ് ദ ബാക്കിയുള്ള ഇപ്പോഴത്തെ പല സ്റ്റഡീസ് പോലെ തന്നെ മാതാപിതാക്കൾ തന്നെ കുട്ടികളെ അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നമുക്ക് വരും സമയത്ത് ഇതിലൊരു സെലിബ്രിറ്റി ബ്രാൻഡ് അംബാസിഡറെ പ്രതീക്ഷിക്കാവോ? ഞങ്ങൾ മലപ്പുറം FC പൃഥ്വിരാജാണ് ഈ നമ്മുടെ കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് നിന്നുള്ളതിൻ്റെ. പിന്നെ ആസിഫ് അലി ഉണ്ട്, ആസിഫ് അലി കണ്ണൂർ FC. പിന്നെ നമ്മുടെ ബേസിലുണ്ട് കാലിക്കറ്റ്. ഞങ്ങളുടെ കൂടെ ഉണ്ട് സഞ്ജു സാംസൺ, ഓൾറെഡി ഉണ്ട്. ഞങ്ങളുടെ ഇൻവെസ്റ്ററാണ് സഞ്ജു സാംസൺ. ഇനി നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നല്ലൊരു 1-2 നല്ല ഫുട്ബോൾ ഗ്രൗണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ലെവലിൽ ഇതൊന്ന് വളർന്നു വരും. ഒരു എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആയിട്ടുള്ള ആളാണ്. സ്വാഭാവികമായിട്ടും നമുക്കൊരു നല്ല ജോലി ചെയ്യാം, നല്ല വരുമാനം ഉണ്ടാക്കാം. അപ്പൊ അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം തുടങ്ങുന്നു. ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഒന്നും അത്ര ഹാപ്പി ഒന്നും അല്ല ഇപ്പൊ പറഞ്ഞ പോലെ. ആ സമയത്ത് ഭാര്യ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് ബിസിനസ്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് നന്നായിട്ട് അറിയാം. നമ്മളെന്നും ഈ ബിസിനസ്സിനെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വൈഫ് പറയും ഷോപ്പിങ്ങിനൊക്കെ വിളിച്ചാൽ പോലും വരില്ല, എന്നാൽ ഒരു കട കാണാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിനെ പറ്റിയാണെങ്കിൽ ഞാൻ അപ്പോഴേക്കൊന്ന് സടകൊണ്ടെന്ന് എഴുന്നേക്കും. അപ്പോൾ അങ്ങനെ എപ്പോഴും അന്നുപോലെ പറയുന്നതാണ്. അപ്പം ചിലതിലിങ്ങനെ അടിപതറിയാലും നമ്മൾ അതിൽ നിന്ന് കരകയറാൻ പറ്റുന്ന ഒരു കഴിവ് നമ്മൾ കാണിക്കുന്നതുകൊണ്ട് എല്ലാത്തിനും നമുക്ക് അല്ലെങ്കിൽ തന്നെ എല്ലാ രീതിയിലും നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത്
നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഇതായിരുന്നു വൈഫ് അന്ന് തൊട്ട്. ഷബാനി അന്ന് തൊട്ട് തന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ റിസ്ക് എടുക്കുന്നതാണ്. കാരണം ആകെ പറഞ്ഞത് ഇപ്പം ഞാനിപ്പോൾ ഈ ഗ്യാസ് പൈപ്പിങ്ങിൻ്റെ കാര്യം പറഞ്ഞു ആദ്യം ചെയ്തത്, അതിലും മാത്രം ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു വെച്ചാൽ അതിനെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യണം. അപ്പോൾ ഒത്തിരി അപ്പോൾ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ ഇതാണ് പുതിയ, അപ്പോൾ കൂടുതൽ സമയം അത് പൈപ്പിങ്ങിൽ അത് വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ കിച്ചൺ എക്യുപ്മെൻസിൻ്റെ വർക്ക് എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. അപ്പോൾ റീറ്റെയിൽ തുടങ്ങിയപ്പോൾ ഒരു സമ്മാനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ ദിവസവും വീട്ടിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ സപ്പോർട്ടായിരുന്നു. നമ്മൾ ഭാവി എന്താണ് എന്ന് കണ്ട് ബിസിനസ് ചെയ്യുന്നവർക്കാണ് ഇനിയത്തെ കാലത്ത് വിജയമുള്ളത് എന്നാണ് എനിക്ക് ഇത്രയും നേരം സംസാരിച്ചല്ലെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി ബിസിനസ് ചെയ്യുന്ന ഒരു മികച്ച ബിസിനസ്സുകാരന് ഇത്രയും ഇൻസൈറ്റ്സ് നൽകിയതിന് ഒത്തിരി സന്തോഷം. വീണ്ടും കാണാൻ സാധിക്കട്ടെ. അജ്മൽ ബിസ്മി ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഫോർ ടൈം സർ. താങ്ക് യു.